ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഭർത്താക്കന്മാര് ഭാര്യയെ കരുതലോടെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്താണ് കരുതുവാനും ജീവിക്കുവാനും ദൈവം നിശ്ചയിച്ചപ്പോഴ് അനേക ഭർത്താക്കന്മാര് ഭാര്യയെ തല്ലുന്നു, ഭാര്യയെ ചീത്ത വിളിക്കുന്നു, അവിടെ മുമ്പിൽ വഞ്ചന കാണിക്കുന്നു. എന്താണെന്ന് അറിയാമോ? നിന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ നിന്റെ ബോധമില്ലാതെ മൃഗതുല്യനാക്കി തീർത്തിരിക്കുന്നു. അനേക ഭാര്യമാരും താൻ വിധേയപ്പെടേണ്ട, സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങേണ്ട ഭർത്താവിന് മുമ്പിൽ കീഴടങ്ങാതെ അവൾ ഉന്നത പാപത്തിലും നഗള ഹൃദയത്തിലും ഭർത്താവിന്റെ മുകളിലേക്ക് ഉയരുന്നതിന്റെ കാര്യം എന്താണ്? നിന്റെ പാപ സ്വഭാവങ്ങളും നിന്റെ പാപപ്രവൃത്തികളും നിന്റെ ഹൃദയം കഠിനമാക്കി ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ട് കീഴടങ്ങിയിരിക്കേണ്ടതിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ കർത്തൃത്വം ചെയ്ത് നീ നശിച്ചു പോകുന്നു. അല്ലയോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സമാധാന ജീവിതം ഉണ്ടാകേണ്ടതിന് എന്നെ കേൾക്കുന്ന സകല കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പിന്. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് നിന്റെ അപ്പന്റെ അമ്മയുടെ വാക്കുകളെ നിഷേധിച്ച് അപ്പനും അമ്മയും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്നറിയാമോ? നിങ്ങളുടെ ദീർഘായുസ് കുറയും. നിങ്ങൾക്ക് എന്താണ്? ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകുകയില്ല. അതെ, നിങ്ങളുടെ പഠിത്തം കുറഞ്ഞു പോയത് കൊണ്ടല്ല, നിങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു കൊണ്ടുപോയതല്ല, നിങ്ങൾക്ക് ബുദ്ധി കുറഞ്ഞു പോയത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തത് കൊണ്ട് ഒരു നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തത് കൊണ്ട് അനേക കുഞ്ഞുങ്ങൾ എന്താണ് 20, 30, 15 വയസ്സാകുമ്പോൾ റോഡ് വെക്കങ്ങൾ പൊലിഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട കൊച്ചു കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ് നിങ്ങൾക്കറിയാമോ? അമ്മയപ്പന്മാരെ ബഹുമാനിക്കണമെന്നുള്ള ആ ദൈവ നിയമത്തിന് കീഴടങ്ങാത്തത് കൊണ്ട് നിങ്ങൾ നശിച്ചു പോകുന്നു. കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുന്ന അമ്മയപ്പന്മാരോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നവരാണ്. അവരോട് കരുണ കാണിക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരുടെ മുമ്പിൽ എപ്പോഴും ധാർഷ്ട്യത്തോട് ഉത്തരം പറയുന്ന അമ്മയപ്പന്മാരായി കേട്ടുകൊള്ളുവിന്. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങൾക്ക് ദുഃഖമായിട്ട് തീരാൻ പോകുകയാണ്. എന്നാൽ നോക്കുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രൂസിൽ മരിച്ച കർത്താവിലേക്ക് ഒന്ന് നോക്കിക്കേ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ താഴ്മ, ദൈവത്തിന്റെ വിശുദ്ധി, അതൊക്കെ നമുക്ക് ആ ക്രൂസിൽ കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ.